എന്നും രാവിലെ ചെറുപയറും കടലാക്കറണവും മാത്രം തിന്നാ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചപ്പോൾ എന്നാ മുരിങ്ങൻ്റെ ഇലേൻ്റെ കറിയൊക്കെ അടിച്ച്. ഈ മുരിങ്ങത്തായി കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദുബായി പോയ സമയത്ത് ആടെ ഒരു വില്ലൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ടായി കിടക്കുന്നു. അപ്പോൾ ആടെ നിന്നൊരു ഉണങ്ങിയ 2-3 ചോദിച്ച് വാങ്ങി ഒരു കുപ്പിയിലൊക്കെ ആക്കി നാട്ടിൽ കൊണ്ടുവന്നു. കുറേ മുളപ്പിച്ചിട്ട് ആകെ 2 കിട്ടി. ഒന്നും മൻ്റെയും കൊടുത്ത് ഒന്ന് ഞങ്ങളും കുച്ചിട്ട് ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി നോക്കായിട്ടാന്ന്. ഞാനല്ലേ ഒന്നും നോക്കൂല വരാരും. നാട്ടിൽ വേറെ കിട്ടാനില്ലാത്തൊന്നുണ്ടല്ലോ, വെറുതെ കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് കുച്ചിട്ടുന്നുള്ളൂ. കണ്ടത്ത് കുച്ചിട്ടിട്ട് ഇതേപോലെ വെള്ളത്തിൻ്റെ പോലെ ആടിക്കളിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെയും പിടിച്ചൊരു ഗ്രോ ബാഗിലൊക്കെ ആക്കി. ഗ്രോ ബാഗിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ആളിപ്പോൾ ഇഞ്ഞേക്കാട്ടും വലിയ ഉയരത്തിലെത്തിപ്പോയി. ആകെ 4 ഉള്ളൂ, വെറുതെ മുട്ടടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു 2 പറിച്ചും കൊണ്ടുവന്നു. സാധനം കുറച്ച് അടുക്കളയിലെത്തിയില്ല മറിയുന്നത്, കറണ്ടില്ല. 2-3 ദിവസമായിട്ട് ഇപ്പം മയോട് മയ തന്നെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ കറണ്ട് അങ്ങ് പോയി. തേങ്ങ അരച്ചുള്ള കറി ആയതുകൊണ്ട് പിന്നെ കറണ്ട് ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ ഇങ്ങനെ കറിയൊക്കെ വന്നായി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇങ്ങ് പോയിട്ട് അമ്മയൊന്ന് ഇറച്ചി വെച്ചേക്ക് ഞാൻ തേങ്ങ അരയ്ക്കാം. ബ്രഷൊന്നും കാണാതായപ്പോൾ ഞാനൊരു മുസാക്കും ചെത്തി അമ്മി പോയി ഇറച്ചി കക്കി. ഉമ്മച്ചി പോയി അമ്മീമ്മലിട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചുകൊണ്ടു. അമ്മയമ്മല അരച്ചുണ്ടാക്കിയോ? സാധാരണ കാണുന്ന കറിൻ്റെ ഗുമ്മൊന്നും കറി കാണാനല്ലേ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വ്യത്യാസം കടലയും ചെറുപയറും കൂട്ടി മാറി കിട്ടുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന സാധാരണ പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ് സാധനം. അങ്ങനെ പത്തിരിയും കറിയും പ്ലേറ്റിലെടുത്ത് കപ്പിലൊരു കട്ടൻ ചായ എടുത്ത്. കഴിഞ്ഞ മാസം നോമ്പാണ്ട് ഇഞ്ച പാൽപ്പൊടി ചിലവായിട്ടില്ല, അതുകൊണ്ട് അത് കേടായിപ്പോയി. കാരണം ചായ വെച്ചില്ലായിരുന്നു. പാൽപ്പൊടി ഇല്ലാണ്ട് പാലിറന്ന് ചായ ഇങ്ങോട്ട് ഇറങ്ങൂല. കാരണം മൂക്കിൻ്റെ അടുത്തേക്ക് എത്തുന്നേരം പശുവിനെ മണക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ മുരിങ്ങ കറി ആയിട്ട് രാവിലത്തെ ചായ അങ്ങോട്ട് കുടിച്ചു.